ഇത് അവൻ അതിലേക്ക് ചൂണ്ടി പതർച്ചയോടെ ചോദിച്ചു. ഇതാണ് തനുശ്രീ ചന്ദ്രശേഖരൻ. ഇവിടെ സെയിൽസിലാണ് നിൽക്കുന്നത്. സിദ്ധാർത്ഥ് പറയുമ്പോഴും ദത്തിന്റെ കണ്ണുകൾ ആ ലാപ്ടോപ്പ് സ്ക്രീനിൽ തന്നെ തറഞ്ഞു നിന്നിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ തന്റെ നെഞ്ചിലേക്ക് ഓടി വന്ന് ഇടിച്ചു കയറിയവൾ, ആദ്യ കാഴ്ചയിൽ തന്നെ മനം കവർന്നവൾ, അവളുടെ നോട്ടം തന്റെ ഹൃദയത്തിലായിരുന്നു വന്ന് പതിച്ച്. അവളായിരുന്നു തനുശ്രീ. ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവളുടെ ഫോട്ടോസ് ഒന്നും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടായിരുന്നു അവളെ കാണുന്നത്. അത് ഇങ്ങനെയായി. അവന്റെ മനസ്സിൽ സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അലയടിച്ചു. അവനൊന്നും മിണ്ടാതെ കണ്ണുകൾ മുറുക്കി അടച്ച് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവൻ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് സിദ്ധാർത്ഥിനെ നോക്കി. ആ നിമിഷം അവന്റെ കണ്ണുകൾ ചുവന്ന് മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, ഇപ്പോഴല്ല, 2 ദിവസം കഴിഞ്ഞ്. മുറുകിയ ശബ്ദത്തിൽ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോഴേക്കും അവന്റെ മാറിയ മുഖഭാവം കണ്ട് സിദ്ധാർത്ഥ് പതിയെ തലയാട്ടിയിരുന്നു. പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ദത്തൻ അപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നീടുള്ള 2 ദിവസങ്ങൾ ദത്തിന് നിർണായകം തന്നെയായിരുന്നു. പലതും കൂട്ടിയും കിഴിച്ചുമൊക്കെ അവൻ ആ 2 ദിവസങ്ങൾ തള്ളി നീക്കി. മനസ്സിൽ അവളോടുള്ള പ്രണയം തങ്ങി നിൽക്കുമ്പോഴും അതിനേക്കാൾ മുകളിലായി അവളോടുള്ള പ്രതികാരം മുന്നിട്ട് നിൽക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വ്യക്തമായ ഒരു തീരുമാനം അവൻ തന്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ ക്യാബിൽ തനുശ്രീയെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നിമിഷങ്ങൾക്കകം ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറിയവളുടെ മുഖത്തേക്ക് നോക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. രേവതിയുടെ സീമന്തപുത്രി എന്ന നിലയിൽ അവളോടുള്ള വെറുപ്പിനും ആദ്യമായി തന്നെ മനം കവർന്നവൾ എന്ന നിലയിൽ അവളോടുള്ള പ്രണയത്തിനുമിടയിൽ കിടന്ന് അവന്റെ ഹൃദയം പിടഞ്ഞു. സിദ്ധാർത്ഥ അവൾ അടുത്തേക്ക് വിളിക്കുന്നു, അവർ തങ്ങളുടെ അരികിലേക്ക് വന്നിരുന്നൊക്കെ അവൻ അറിഞ്ഞിരുന്നെങ്കിലും ആ നിമിഷം അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയിരുന്നില്ലെന്നാണ് സത്യം. തന്നറിയുമോ എന്ന് സിദ്ധാർത്ഥി ചോദിച്ചപ്പോഴാണ് അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നത്. മനക്കിലെ ദേവദത്തൻ എന്ന മറുപടി അവളുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം ആ നിമിഷം അവന്റെ മനസ്സിനെ പൊതിഞ്ഞിരുന്നു. എങ്കിലും അത് പുറമേ കാണിക്കാതെ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവളെ അവൻ നോക്കിയിരുന്നു. ദത്തന് തന്നോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് തെളിഞ്ഞ ഞെട്ടലും ഭയവും അവൻ വ്യക്തമായി കണ്ടതാണ്. അവളുടെ മുഖത്തേക്ക് തന്നെ കൂടുതൽ നേരം നോക്കിക്കൊണ്ടിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് തോന്നിയപ്പോഴാണ് അവൻ എഴുന്നേറ്റ് വിസിറ്റേഴ്സ് റൂമിലേക്ക് പോയത്. പിന്നാലെ തന്നെ അവളും വന്നിരുന്നു. തന്റെ മുന്നിൽ പേടിയോടെ വന്നു നിൽക്കുന്നവളോട് മനസ്സ് കല്ലാക്കിയായിരുന്നു അവൻ തന്റെ ആവശ്യം അറിയിച്ച്. ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിന് അവന് ഉടലോടെ ദയിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും അപ്പോൾ അവന്റെ മനസ്സിൽ പ്രണയത്തേക്കാൾ പ്രതികാരമായിരുന്നു മുന്നിട്ടിരുന്നത്. തന്റെ കുഞ്ഞമ്മാവൻ, അപ്പച്ചി, അവരുടെയൊക്കെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ തെളിഞ്ഞെന്ന്. തന്റെ ആവശ്യം അറിയിക്കുമ്പോൾ ആദ്യം അവൾ സമ്മതിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ വീണ്ടും അവളെ കാണാൻ ചെന്നു. അല്പം ഭീഷണി കലർന്ന സ്വരത്തിൽ അവളോട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും അവൾ അവന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതാണ് അവനെ കൂടുതൽ ചൊടിപ്പിച്ചത്. എന്തുകൊണ്ടോ അവൾ ഓരോ തവണ എതിർക്കുമ്പോഴും അവളെ പൂർണ്ണമായും തന്നെ സ്വന്തമാക്കണമെന്ന തോന്നൽ മനസ്സിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരുന്നു. വാഗ്ദാനങ്ങളോ ഭീഷണികളോ കൊണ്ടൊന്നും അവളെ തന്റെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും പുതിയ തന്ത്രങ്ങൾ എന്തെങ്കിലും പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അവിടെ അനിയത്തി സുഖമില്ലാതെ ഹോസ്പിറ്റലാവുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മേജർ സർജറി വേണമെന്ന് അറിയുന്നു. ഒരു കൊച്ചുകുഞ്ഞിന്റെ ജീവൻ കളിക്കുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിലും ആ സമയം അതൊന്നും ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ദത്തൻ. എങ്ങനെയാ അവളെ സ്വന്തമാക്കണം, ആ ഒരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവളുടെ കുടുംബത്തോടുള്ള പ്രതികാരം കൊണ്ടാണെന്ന് പാതി ഹൃദയം പറയുമ്പോൾ അല്ല, അവളോടുള്ള പ്രണയമാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നെന്ന് മറുപാതി അലമുറയിടും. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അവളോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവൻ സർജറിക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. അതിനുള്ള പണം അടച്ചതിന് ശേഷമാണ് അവളോട് സംസാരിച്ചത്. അപ്പോഴത്തെ അവന്റെ ക്രൂരമായ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലായെങ്കിലും തന്റെ മനസ്സിലുള്ള ചിന്തകൾ അവൾ അറിയാതിരിക്കണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ എന്ന് അവൻ അറിയാമായിരുന്നു. വിചാരിച്ച പോലെ ആദ്യം ചെറിയ രീതിയിലൊരു എതിർപ്പുണ്ടായെങ്കിലും തന്റെ സാഹചര്യം മനസ്സിലായതുപോലെ പിന്നീട് അവൾ സമ്മതിക്കുകയായിരുന്നു. തനു തന്റെ ആവശ്യം അംഗീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. അവൾ ഇനി മുതൽ തന്റെ അരികിൽ. ആ ഓർമ്മ പോലെ അവനെ പുളകം കൊള്ളിച്ചു. എന്നാൽ താൻ ഇത്രമാത്രം സന്തോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആ നിമിഷം അവന് മനസ്സിലായില്ല. അന്ന് വിഷ്ണു ഈ കാര്യവും പറഞ്ഞ് അവനോട് ഒരുപാട് ദേഷ്യപ്പെടുമ്പോഴും വെറൊരു പ്രതികാരത്തിന്റെ പേരിൽ അവളുടെ ജീവിതം തകർക്കരുതെന്നൊക്കെ പറയുമ്പോഴും മനസ്സ് നിറയെ ഇനി മുതൽ അവളും കൂടെയുണ്ടല്ലോ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പ്രതികാരമാണോ പ്രണയമാണോ എന്നൊന്നും ആ നിമിഷം അവൻ ചിന്തിച്ചിരുന്നില്ല. തനുശ്രീ, അവള് മാത്രം. എടാ കള്ളക്കാമുക, നിനക്കപ്പോ തനുവിനോട് ആദ്യം മുതൽ തന്നെ പ്രണയമായിരുന്നല്ലേ? എന്നിട്ടാണോളാ പുല്ലേ ഞാൻ അന്ന് പറഞ്ഞപ്പോ നീ അതിനെ എതിർത്ത്? ദത്തൻ പറയുന്ന മുഴുവൻ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന വിഷ്ണു ആദ്യം ഒരു കളിയാക്കലോടെയും പിന്നീട് ചൂടായിക്കൊണ്ടും ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. നീ പറയാൻ ശരിയാ, നീ ഒന്ന് ചോദിച്ചപ്പോ ഞാനതിന് എതിർത്തു. കാരണം എന്റെ മനസ്സിൽ തോന്നിയ പ്രണയത്തെ ഞാൻ തന്നെ കുഴിച്ചു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വിഷ്ണു മറുപടിയൊന്നും പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, നീ ആദ്യം തയ്യാറാക്കിയ അഗ്രിമെന്റ് മാറ്റി മറ്റൊരെണ്ണം എപ്പോഴാണ് തയ്യാറാക്കിയത്? അത് ഞാനറിയാതെ? വിഷ്ണു കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി.
അന്ന് വൈകിട്ട് തനുവിനെയും കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് വിനു പറഞ്ഞൊരു കാര്യം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. ആ എഗ്രിമെന്റ് പ്രകാരം സ്പേം ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 10 മാസം വരെ അവളുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കായിരിക്കും. എന്നാൽ അത് അവളുടെ സമ്മതത്തോടെയാണെങ്കിൽ മാത്രം. അത് കഴിഞ്ഞ ഡെലിവറിക്ക് ശേഷം ഒരു 3 മാസം കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് കഴിഞ്ഞ് അവളെ സ്വതന്ത്രമാക്കണം. ദത്തൻ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. അവൻ ആകാംക്ഷയോടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ടോ ആ എഗ്രിമെന്റിനോട് യോജിക്കാൻ ആ നിമിഷം എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ചിലപ്പോൾ ഡെലിവറിക്ക് ശേഷം അവളിൽ നിന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന ചിന്ത ആ നിമിഷം മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അവളെ നഷ്ടപ്പെടാൻ വയ്യെന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതുമാത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ മറ്റൊരു എഗ്രിമെന്റ് തയ്യാറാക്കിയത്. എന്തുകൊണ്ടോ അത് നിന്നോട് പോലും പറയാൻ തോന്നിയില്ല. ആ പറഞ്ഞോണ്ട് വിഷ്ണുവിനെ നോക്കിയതും അവൻ തന്നെ നോക്കി പല്ലടിക്കുന്നതാണ് കണ്ടത്. ദത്തിനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു എഗ്രിമെന്റിലെ കണ്ടന്റ്? നീ ആയതുകൊണ്ട് നല്ലൊന്നും പ്രതീക്ഷിക്കണമെന്നറിയാം. തന്നെ നോക്കി പുച്ഛത്തോടെ പറയുന്ന വിഷ്ണുവിനെ നോക്കി ദത്തൻ വീണ്ടും ഇളിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ മനക്കലെ ദേവദത്തിന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയതിന് പകരമായിട്ട് അയാൾ ആവശ്യപ്പെടുന്നത് തിരികെ നൽകുമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ അവരുടെ വീടിരിക്കുന്ന 5 സെന്റ് സ്ഥലം അയാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നതായിട്ടാണ് എഗ്രിമെന്റ്. ദത്തൻ അവന്റെ മുഖത്തേക്ക് നോക്കാ പറഞ്ഞു. വിഷ്ണു കയ്യിൽ കിട്ടിയ ഒരു ചെറിയ ബോൾ എടുത്ത് അവനെ പുറം നോക്കി എറിഞ്ഞു വിട്ടുകൊടുത്തു. ദത്തനൊന്ന് പുറമൊഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വിഷ്ണു അവന്റെ കുത്തിന് പിടിച്ചിരുന്നു. പന്നി, എന്ത് തോന്നിയ സ്ഥലം നീ കാണിച്ചു കൂട്ടിയേ? അത് പിന്നെ ഞാൻ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അവൻ ബാക്കി പറയാൻ മുഖം തിരിച്ചു. എന്നിട്ട് ബാക്കി ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നല്ലോ. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അതിന് ദത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ബാക്കി പറയും. നീ ആ അഗ്രിമെന്റ് എങ്ങനെയാ തനുവിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് എല്ലാവരും അവളതിന് സമ്മതിച്ചോ? അവളുടെ അനിയത്തിയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനിടയിൽ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അവളത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ടില്ലായിരുന്നു. പിറ്റേന്ന് സർജറി കഴിഞ്ഞ എന്റെ നാവിൽ നിന്നാണ് അവളത് അറിയുന്നത് തന്നെ. പാവം, അറിഞ്ഞപ്പോൾ അത് തകർന്നു പോയിട്ടുണ്ടാവും. ദത്തൻ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. എന്നിട്ട് അവളതിനെ എതിർത്തുകൊണ്ടൊന്നും പറഞ്ഞില്ലേ? അറിഞ്ഞപ്പോ നന്നായിട്ട് തന്നെ എതിർത്ത. പക്ഷെ അപ്പ അവളുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ദത്തൻ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു നെടുവീർപ്പോടെ റെയിലിങ്ങിലേക്ക് ചാരി നിന്നു. അവനെ നോക്കിക്കൊണ്ട് ദത്തൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. അന്ന് അതീവ സന്തോഷത്തോടെയായിരുന്നു ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നാൽ ആ നിമിഷം എന്നെ അവിടെ എതിരേറ്റത് രേവതി എന്ന സ്ത്രീ കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാജേശ്വരി എന്ന എന്റെ അപ്പച്ചിയുടെയും ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ ഇന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ കാത്തിരിക്കുന്ന സൂര്യനാരായണൻ എന്ന മനുഷ്യനെ കുറിച്ചുള്ള അച്ഛന്റെ വാക്കുകളാ. ദത്തൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിൽ തോന്നിയ പ്രണയത്തെ കുഴിച്ചുമൂടി അവിടെ പ്രതികാരം നടക്കാൻ ഒരു തവണ കൂടി ചിന്തിക്കേണ്ട കാര്യം ആ നിമിഷം എനിക്ക് ഉണ്ടായിരുന്നില്ല. പലതും കൂട്ടിയും കിഴിച്ച് അന്നത്തെ രാത്രി ഒളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ പലതും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടായിരുന്നു അവളുടെ അരിയിലേക്ക് പുറപ്പെട്ടത്. എന്റെ നിർബന്ധത്താൽ വിവാഹം നടത്തിയ അവളെ രേവതി എന്ന സ്ത്രീയിൽ നിന്ന് പൂർണ്ണമായി അകറ്റി. സത്യത്തിൽ അവൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അവൾ ഉപദ്രവിക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പൂർണ്ണമായി അവളുടെ സമ്മതത്തോടെ ഫിസിക്കൽ റിലേഷൻ, അത് തന്നെയായിരുന്നു എന്റെയും മനസ്സിൽ. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയത് അന്ന് രാത്രി മദ്യപിച്ചുകൊണ്ട് ചെന്നപ്പോഴാണ്. പ്രണയത്തിനും പ്രതികാരത്തിനിടയിൽ കിടന്ന വീർപ്പൂട്ടത്തിനിടയിൽ മദ്യത്തിന്റെ ലഹരി കൂടി ആയപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി. പിറ്റേന്ന് അവളുടെ കരച്ചിലാണ്ട് കുറ്റബോധം തോന്നി. എങ്കിലെന്തുകൊണ്ടോ അവളോട് മാപ്പ് പറയാനോ പ്രായശ്ചിത്തം ചെയ്യാനോ ആ നിമിഷം എനിക്ക് തോന്നിയില്ല. പകരം അവളെ കൂടുതൽ വേദനിപ്പിക്കാനാണ് തോന്നിയത്. അതല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് തോന്നുന്ന കാര്യമാണ്, അല്ലാതെ നിന്നെ പോലെ മനുഷ്യത്തില്ലാത്തവന്മാർക്ക് അതൊന്നും തോന്നില്ല. ആൻ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു പുച്ഛത്തോടെ പറഞ്ഞെങ്കിലും ദത്തൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് മുതൽ അപ്പച്ചി അവളോട് കാണിക്കുന്ന പരിഗണനയും സ്നേഹം കാണുമ്പോൾ എന്തുകൊണ്ടോ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നിപ്പിച്ചു. എന്റെ അപ്പച്ചിയല്ലേ അവളിന്ന് എന്റെ അപ്പച്ചിയുടെ അടുക്കുന്നത്? അങ്ങനെയുള്ള ചിന്തകളായിരുന്നു എന്റെ മനസ്സേറെ. അതിന്റെ ദേഷ്യത്തിനാ പിന്നെ അതിലൂടെ മനസ്സിൽ തോന്നിയ അവളുടെ പ്രണയം എങ്ങനെ അറുത്തുമാറ്റണമെന്ന് തോന്നി. അതിനവളെ വേദനിപ്പിക്കുകയാണ് നല്ലതെന്ന് തോന്നി. പിന്നീട് ചെയ്ത ഓരോ പ്രവൃത്തികളും അതിനുവേണ്ടിയുള്ളതായിരുന്നു. ആൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും വിഷ്ണു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. പിന്നെ എപ്പോഴാണാവോ തമ്പുരാൻ അവളോട് വീണ്ടും ദിവ്യപ്രണയം തോന്നിയത്? അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നൊരവസ്ഥയുണ്ടായത്? വിഷ്ണുവിന്റെ മുഖത്ത് എറിഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തെ ഒരു പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് ദത്തൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. നിനക്ക് ഓർമ്മയുണ്ടോ വിഷ്ണു, അവളെന്നെ ആദ്യമായിട്ട് തല്ലിയ ദിവസം? പിന്നെ അന്ന് നെറ്റിയും പൊട്ടിച്ച് നെഞ്ചത്ത് നല്ല അസ്ഥൽ കടിയും മേടിച്ചുകൊണ്ട് വന്ന് നിന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ? അവനൊരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു. ദത്തന്റെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞു. സത്യം പറഞ്ഞ അവളെന്നെ തല്ലിയതോർക്കേ എനിക്കത് അവളെ കൊല്ലാനുള്ള ദേഷ്യ തോന്നിയത്. അതിനെന്തെങ്കിലും ഒരു പണിയെടുക്കാന്ന് കരുതി തന്നെയാണ് പിറ്റേന്ന് കിച്ചണിൽ വെച്ച് അവളോടൊന്ന് മുട്ടാൻ നോക്കിയത്. പക്ഷേ 8ന്റെ പണി നിനക്കായിരുന്നല്ലേ കിട്ടിയത്. അടുക്കളയിൽ കറിക്കരിയുന്ന നല്ല അസ്ഥയിൽ കറിക്കത്തിയ അവളെന്റെ പള്ള കയറ്റാൻ നോക്കിയത്. ദത്തനൊരു ചിരിയോടെ പറഞ്ഞു. വിഷ്ണുവിൽ നിന്നൊരു പൊട്ടിച്ചിരിയാണ് ഉയർന്നു കേട്ടത്. എന്റെ ദൈവം, ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തൻ അവനെ കൂർപ്പിച്ചു നോക്കി. സോറി യു കണ്ടിന്യൂ. അവന്റെ നോട്ടം കണ്ടെന്ന് വിഷ്ണു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് അപ്പച്ചിയുടെ മുറിയിൽ നിന്ന് അവളെ തൂക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ മുറിയിലേക്ക് പോയപ്പോ എങ്ങനെയാ അവളെ വേദനിപ്പിക്കണം, എന്നോട് ചെയ്തതിന് പകരം വീട്ടണം എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
എന്റെ ആ പ്രവൃത്തി ഏറെക്കുറെ വിജയിച്ചു ആണ്. പക്ഷെ പിന്നീട് പണി പാലുവെള്ളത്തിൽ തന്നെ നിനക്ക് കിട്ടിയല്ലേ? അതാണല്ലോ ദേ ഈ നെഞ്ചിലിങ്ങനെ മായാതെ ഇപ്പോഴും വട്ടത്തിൽ തെളിഞ്ഞു കിടക്കുന്നത്. ദത്തൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ വിഷ്ണുവിന്റെ ഷർട്ട് അഴിഞ്ഞെടുക്കുന്ന 2 ബട്ടണുകളുടെ ഇടയിൽ കൂടി കാണുന്ന നെഞ്ചിലെ മായാത്ത കറുത്ത പാടിൽ ചെറുതായിട്ട് വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, ആ കീരിപ്പല്ല് വെച്ച് അമർത്തി കടിച്ചപ്പോഴുണ്ടല്ലോ, എന്റെ മഹാദേവ, സ്വർഗം കണ്ടുപോയി. തന്റെ നെഞ്ചിലെ ആ പാടിൽ പതിയെ വിരലോടിച്ചുകൊണ്ട് അന്നത്തെ ആ ഓർമ്മയിൽ ദത്തനൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഓ, അപ്പൊ നെഞ്ചിൽ വട്ടത്തിൽ തറച്ച അവിടെ പല്ലിന്റെ ശക്തി കൊണ്ടാണല്ലേ മോന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പ്രണയത്തിന്റെ മാലാക പുറത്തിയാടിയത്? ദത്തൻ പറഞ്ഞൊക്കെയും കേട്ടുകൊണ്ടിരുന്ന വിഷ്ണു രാഖിച്ചിരിയോടെ ചോദിച്ചു. ദത്തൻ അവനെ നോക്കിയൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. ആ നിമിഷം എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നടാ. അവളെ വെറുക്കണമെന്നും അവളോട് പ്രതികാരം മാത്രമേ മനസ്സിൽ തോന്നാവൂ എന്ന് ഹൃദയത്തിന്റെ ഒരു പാതി പറയുമ്പോൾ അവളോടുള്ള പ്രണയം തുറന്നു കാട്ടൂ എന്ന് മറുപാതി ഉപദേശിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞ ചെകുത്താനും കടലിനിടയിൽപ്പെട്ട അവസ്ഥ അതായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ദത്തൻ പറഞ്ഞിട്ട് വിഷ്ണു ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന പ്രണയം താനെ പുറത്തു വന്നോ? വിഷ്ണു ഒരു കളിയാക്കലോട് ചോദിച്ചു. ദത്തൻ അതേ നേരത്തിൽ പതിയെ ഒന്ന് മൂളി. അപ്പോഴേക്കും അവൻ ചിരിച്ചുകൊണ്ട് ദത്തന്റെ തോളിൽ അടി കൊടുത്തു. ഓ, അവ കള്ളക്കാമകൻ ഉണർന്നല്ലേ? വിഷ്ണു വീണ്ടും അവനെ കളിയാക്കിയപ്പോഴും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തന്നെയായിരുന്നു. എനിക്കറിയില്ലടാ, ഇനി എനിക്ക് അവളിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഓരോ നിമിഷം അവളിൽ നിന്ന് വെറുക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു കൂട്ടി. അവളെ ദ്രോഹിക്കാവുന്നതിന് പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടും അവളെ വെറുക്കാനോ അവളിൽ നിന്ന് അകലാനോ എനിക്ക് കഴിയുന്നില്ല. ഞാനിപ്പോ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. എന്റെ പ്രാണനാ അവള്. അവൻ ഉറച്ച ശബ്ദത്തിൽ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണു അവനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്ത്. എല്ലാം അവളോട് തുറന്നു പറഞ്ഞത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അവളെയും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അത് ഇങ്ങനെയായി. ആ റെയിലിങ്ങിൽ മുഷ്ടിയുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇനി എന്താ നിന്റെ അടുത്ത പ്ലാന്? അവൾ ഇത്രയും ദ്രോഹിച്ചത് നിന്നെ അവളെ തിരികെ പ്രണയിക്കുന്ന എനിക്ക് തോന്നില്ല ഒത്ത. മറ്റെന്തും ക്ഷമിക്കാം. പക്ഷെ നീ അവളുടെ അനുവാദത്തിൽ അവളുടെ ശരീരത്തെ സ്വന്താക്കിയത് അത് അവൾ ക്ഷമിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇനി അഥവാ ക്ഷമിച്ചാലും അവൾ അതൊരിക്കലും മറക്കില്ല ദത്ത. വിഷ്ണു പറഞ്ഞു. ദത്തൻ അവനെ ദയനീയമായി നോക്കി. ഞാൻ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞില്ല ദത്ത. അവളോടുള്ള ഇഷ്ടം നീ തുറന്നു പറയുമ്പോൾ ഇതുകൂടി മനസ്സിൽ ഓർത്തു വെക്കണം. കാരണം നിന്റെ ഇഷ്ടം അറിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചവൾ വളരെ രൂക്ഷമായ ഭാഷയിലായിരിക്കും പ്രതികരിക്കുന്നത്. ആ സമയം എനിക്ക് ഇതിലധികം വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു. അതിനവൻ മറുപടിയൊന്നും പറയാതെ ദൂരേക്ക് നോക്കുന്നതേയുള്ളൂ. അവന് തന്നെ അറിയാമായിരുന്നു ചെയ്തു കൂട്ടിയതൊക്കെയും ഒരിക്കലും പൊറുക്കാനാവാതെ തെറ്റുകളായിരുന്നു എന്ന്. നിനക്കിവിടെ പറ്റിയ തെറ്റെന്താണെന്നറിയത്ത? വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് അവനെ നെറ്റിച്ചു വിളിഞ്ഞു. രേവതി എന്ന സ്ത്രീയോടുള്ള പ്രതികാരം നീ തനുശ്രീ എന്ന പെൺകുട്ടി വഴി തീർക്കാൻ തീരുമാനിച്ചു. അതാണ് നീ ചെയ്ത ആദ്യത്തെ തെറ്റ്. അത് കഴിഞ്ഞ് അവളോട് തോന്നിയ പ്രണയത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നീ പ്രതികാരത്തിന് മുൻതൂക്കം കൊടുത്തു. അത് രണ്ടാമത്തെ തെറ്റ്. എന്നിട്ട് അതും കഴിഞ്ഞ് അവളിലൂടെ ഒരു കുഞ്ഞിന് വേണമെന്ന നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നീ അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു. അത് നീ ചെയ്ത മൂന്നാമത്തെ തെറ്റ്. അവളോട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്നോട് അവൾ ഇത്ര വേഗം പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവളെ കൺവീൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നിന്റെ കയ്യിലുണ്ടായിരിക്കണം. അവൻ പറഞ്ഞു കഴിഞ്ഞതും ദത്തൻ അവനെ നോക്കി കൂട്ടമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ നിന്റെ മുഖത്തൊരു കള്ളച്ചിരി? സത്യം പറയടാ, നീ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവളെ വരുതിയിലാക്കാൻ നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. മര്യാദക്ക് പറഞ്ഞു ദത്താ, എന്താ നിന്റെ മനസ്സിൽ? വിഷ്ണു അവനെ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ പൊന്നുമോ സമയാവും പറഞ്ഞാ മതി. ഇനി എന്തായാലും പ്ലാൻ ചെയ്ത പോലെ നടക്കാൻ പോകുന്നില്ല. അവൻ നിരാശയോടെ പറയുന്ന കേട്ട് വിഷ്ണു അവന്റെ പുറത്ത് നല്ലൊരു അടി വെച്ചു കൊടുത്തു. ദുഷ്ടൻ, ആ പാവം കൊച്ചിനിട്ട് കൊല്ലാലോ ചെയ്തിട്ട് അവൻ അടുത്ത പ്ലാൻ കൊണ്ട് ഇറങ്ങിയേക്കുക. അവൻ പറഞ്ഞു കേട്ടതും ദത്തന്റെ മുഖം ചുവന്നു. അവൾ അത്രക്ക് പാവൊന്നുമില്ല. അവളെന്നോട് ചെയ്തു കൂട്ടിയൊക്കെ ഓർത്താൽ തന്നെ അവളെ കാലെ വാരി നിലത്തടിക്കാനാ തോന്നുന്നത്. അവൻ പള്ളിയരിച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഓ പിന്നെ, നീ അവളെ പോയിട്ട് പൂജിക്കായിരുന്നല്ലോ. ഏടാ ആളെ മുട്ടിയാ ചേരയും കടിക്കും. നിന്റെ ടോർച്ചർ സഹിക്കാൻ കഴിയാ വന്നപ്പോ ആ കൊച്ചി തിരിച്ച് പ്രതികരിച്ചു. അത്രയല്ലേ ഉള്ളൂ. വിഷ്ണു പുച്ഛത്തോടെ പറഞ്ഞു. അതിന് മറുപടിയായി ദത്തൻ അവനെ നോക്കി. അപ്പൊ അവളെന്റെ അമ്മയോട് മോശമായിട്ട് സംസാരിച്ചോ? ദത്തൻ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എടാ, അതിന് നിന്റെ അമ്മയോട് അവൾ അങ്ങോട്ട് ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ. മര്യാദക്കിരുന്ന് അവളോട് ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന അവൾ അപമാനിക്കാൻ ശ്രമിച്ച നിന്റെ അമ്മ തന്നെയല്ലേ? വായിൽ കോലിട്ട് കുത്തി ചൊറിഞ്ഞ് മേടിച്ചിട്ടിപ്പോ അവൾ കുറ്റക്കാരിയായോ? അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ദത്തൻ അവനെ നോക്കിയെന്നില്ലാതെ വേറൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അതിന് യാതൊരു ന്യായീകരണവും അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ശരി. കാരണം അവൻ പറഞ്ഞ മുഴുവൻ അക്ഷരം പ്രതി ശരിയായിരുന്നു. ഒരു കാരണവുമില്ലാതെ വെറും ഒരു പ്രതികാരത്തിന്റെ പേരും പറഞ്ഞ് അവൾ ദ്രോഹിച്ച് മുഴുവൻ ദത്തം തന്നെയായിരുന്നു. അതിന്റെ ബാക്കി എന്ന വണ്ണമായിരുന്നു ഇന്ന് നടന്ന വഴക്ക് മുഴുവൻ. പിന്നെ അതിന് മറുപടിയായിട്ട് അവർ എന്ത് പറയാനാണ്?
അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് റെയിലിംഗിൽ മുറുകെ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സാകെ അസ്വസ്ഥമായി എന്ന് മനസ്സിലായതും പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ വിഷ്ണു ഒരു നെടുവീർപ്പോടകത്തേക്ക് കയറിപ്പോയി. എന്നാൽ അവളുടെ ഒരു അഹങ്കാരം നോക്കണേ, എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവൾ എനിക്ക് നേരെ അങ്ങനെയൊക്കെ സംസാരിച്ച്. റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ശ്രീദേവി തനുവിനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് അപ്പോഴും അവളോടുള്ള ദേഷ്യം മാറിയിരുന്നില്ല. തനു തന്നെ എതിർത്തുകൊണ്ട് അത്രയൊക്കെ പറഞ്ഞെന്ന് ഓർക്കുന്തോറും അവർക്ക് അവളോടുള്ള ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഞാൻ ആരാണെന്ന്. നോയിക്കോ, അവളെന്റെ കൈ കിട്ടും. ഇന്ന് അവൾ എന്നോട് പറഞ്ഞതിനും പ്രവർത്തിച്ചതിനൊക്കെ ആയിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളിനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ശ്രീദേവി അവൾക്ക് ശരിക്കും അറിയില്ല.